അപ്പോൾ ഞാൻ ചാമുണ്ടി ഹില്ലിൽ കയറിയിട്ട് മൈസൂർ കടന്നു. അനൂർ എന്നൊരു ഗ്രാമവും ആ ഗ്രാമത്തിലെ ചെറിയൊരു വെള്ളച്ചാട്ടവും, ആ വെള്ളച്ചാട്ടത്തിനടുത്ത് തന്നെ ഞങ്ങൾ ടെൻ്റ് അടിച്ച് താമസിക്കുകയും ഭക്ഷണം പാകം ചെയ്യും വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്ന ചെറിയൊരു വീഡിയോ ആണിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എറണാകുളത്ത് നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. മൂവാറ്റുപുഴയും തൊടുപുഴയും കടന്ന് പുള്ളിക്കാനം പോകുന്ന വഴിക്ക് പുത്തേട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പുത്തേട് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പോകുമ്പോഴാണ് ഈ അനൂർ എന്നൊരു ഗ്രാമം. ആ വെള്ളച്ചാട്ടത്തിൽ ഞങ്ങൾ എത്തിയതിന് ശേഷം അറിഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഓണറിൻ്റെ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഞായറാഴ്ചകളിൽ രാവിലെ 8:30 തൊട്ട് 10:30 വരെ അവിടെ ഒരു ചർച്ചിൽ ആരാധന നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ ചർച്ചിന് മുമ്പിലൂടെ യാത്ര അത് അനുവദനീയമല്ല. ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം, ആരെങ്കിലും അവിടെ പോകുന്നുണ്ടെങ്കിൽ. ഞങ്ങളവിടെ എത്തി ടെൻ്റെല്ലാം അടിച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഓണറിനെ ഞങ്ങൾ കാണുന്നത്. ഞാനവിടെ എത്തുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു വഴിയിൽ തന്നെ ഞങ്ങൾ ടെൻ്റ് അടിച്ചത്. പക്ഷേ പുള്ളി നല്ലൊരു മനുഷ്യനാണ്, ഞങ്ങൾക്ക് പെർമിഷനൊക്കെ തന്നു. പുള്ളി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി പറഞ്ഞു തന്നു. പുള്ളീനെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളച്ചാട്ടവും അത് വന്ന് വീഴുന്ന ആ ഒരു പൂൾ ഏരിയയൊക്കെ വളരെ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. കുറച്ചൊക്കെ നീന്താൻ അറിയുന്നവർക്ക് ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ ആ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ 2000 അടി താഴ്ചയുള്ളൊരു കൊക്കയാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കൊന്നും ആരും പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ എപ്പോഴും അപകടങ്ങൾ നിറഞ്ഞതാണ്. മലയുടെ മുകളിൽ എവിടെയെങ്കിലും മഴ പെയ്താൽ പോലും അത് ഈ വെള്ളച്ചാട്ടത്തിൽ വലിയ കുത്തൊഴുക്ക് ഉണ്ടാക്കുകയും പിന്നെ നമുക്കവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ ഈ പാറയൊക്കെ വഴുക്കി കിടക്കുന്നതുകൊണ്ട് തന്നെ, തെന്നി കിടക്കുന്നതുകൊണ്ട് അത് നമ്മളെ വലിയൊരു അപകടത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ വെള്ളച്ചാട്ടത്തിലെ കളിയും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കലും ടെൻറ്റിൽ കിടന്നുറങ്ങുമോ എല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് തന്നെ നമുക്കൊരു അമ്പലവും കൂടി കാണാനുണ്ട്. തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു അമ്പലമാണ്. അപ്പോൾ ആ അമ്പലത്തിലെത്തി അവിടെ നിന്നുള്ളൊരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഒക്കെ കാണാം. കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർട്ടിയുടെ ഓണറിനെയും നമുക്ക് അവിടെ വെച്ച് കാണാം. പുള്ളി അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്നും കൂടി പറഞ്ഞു തരുന്നൊക്കെയുണ്ട്. എല്ലാം നമുക്ക് കണ്ടു നോക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് പോണ്ട. ആ 10:30 ഇറങ്ങാം. 10:45 പറഞ്ഞു. 8:45 to 10:45 വരെ. ആ നമുക്ക് അമ്പലത്തേക്ക് നടന്നിട്ട് വരാം.
അമ്പലത്തേക്ക് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ടോ? ആ അത്രേ ഉള്ളൂ. ഇത് കയറിയാൽ മതി, നടന്ന് കയറാം. ആ അതെ അതെ, അതാ വെയിറ്റ് ചെയ്യണേ. നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞില്ല. മറ്റൊരു മരം ഇങ്ങനെ കട്ട് ചെയ്തത് നമുക്ക് മുട്ട കോളപ്പുറം വരെ, അതായത് മുട്ടത്തിൻ്റെ അടുത്ത് വരെ നമുക്ക് നോക്കി കാണാം. അവിടുന്ന് മൊത്തം നിങ്ങൾ വന്ന ഭാഗത്ത് എവിടെ നേരെ ഭാഗത്തായിട്ട് വരും, അവിടുന്ന് ചെയ്യുന്നത്. നമ്മളത് ചായക്കടയാണ് ഇങ്ങോട്ട് അറിയത്. ചായക്കടയാണ്. ആ ചായക്കട. നിങ്ങൾ ചായ കുടിച്ച ചായക്കടയില്ലേ? ചായക്കടയുടെ തൊട്ട് താഴെപ്പുറം ഇരിക്കുന്നത് ചായക്കട അല്ല. നമ്മള് ചായ കുടിച്ച ചായക്കട അല്ലടാ അത്. അല്ലല്ല. നിങ്ങൾ എവിടെയാണ് ചായ കുടിച്ചേ? നമ്മള് ഇല്ല, നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഞങ്ങള് പുത്തിടുന്ന അവിടുന്ന് വന്നു. വൈകുന്നേരം കഴിഞ്ഞാൽ ഭയങ്കര ഷോയാ. ഈ പ്രദേശം മുഴുവനേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചാമുണ്ടി ഹില്ലിൽ കയറിയിട്ട് മൈസൂർ കിടന്ന പോലെയാ. മൊത്തം ലൈറ്റാ രാത്രിയൊക്കെ. ഒരു 6-6:30 വന്നു കഴിഞ്ഞാൽ ഒരു 8, പിന്നെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രദേശങ്ങളിലെ പള്ളികളിലെല്ലാം പെരുന്നാളിന് ഉത്സവം ഈ വെടിക്കെട്ടുണ്ടല്ലോ പണ്ട്, അതെല്ലാം ഈ നാട്ടിലെ ആൾക്കാർ മുഴുവൻ പാറ വന്നിരുന്ന കണ്ടോണ്ടിരുന്നത്. ഇവിടെ നല്ല വ്യൂ അല്ലേ വെടിക്കെട്ടൊക്കെ. ഈ മരം എല്ലാം പൊങ്ങിയിട്ടാണ് അതൊന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വട്ടം കട്ട് ചെയ്തിട്ട് കാഴ്ച മറയ്ക്കുന്നുണ്ട്. അത് വിചാരിച്ചാ ഇരിക്കുന്നത്. വൈകിട്ട് അടിപൊളിയാണ്. നിലാവും വെളിച്ചവും ഒക്കെ കേട്ട സമയത്തൊക്കെ ആണെങ്കിൽ ഒറ്റപ്പാ. പിന്നെ അഗാധമായി കൊക്കെ അതാണ്. എങ്കിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ ചുമ്മാ തമാശക്കായാലും ഇറങ്ങി പോകും. പക്ഷെ ചവിട്ടിയാൽ കിട്ടിയത് പോയതാ. ഞാനീ പറഞ്ഞില്ലേ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ കഴിഞ്ഞ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം ചെന്ന് താഴ്ന്നു കണ്ടു. ഞാൻ കാണുന്ന വീഡിയോകളൊക്കെ ഇതിൻ്റെ ഇങ്ങനെ സൈഡിലാണ്. അത്രയും താഴ്ചയിലാണ്. അത്രയും താഴ്ച ഭയങ്കരമായിട്ട്. ഇതുണ്ടോ വീട്? ഇതുണ്ട്. ഇവിടെ നിന്ന് അടിയിലേക്ക് കാണാൻ വീട്. അതിൻ്റെ ഇങ്ങനെ സൈഡിലാണ് ഈ വെള്ളച്ചാട്ടം വന്ന് കുക്കുന്നത്. അതെന്താ പറഞ്ഞേ, ഒരു രക്ഷയില്ല. നമുക്ക് ഫയർഫോഴ്സ് വിളിച്ചിട്ട് ഇവിടെ നിർവാഹം ഇല്ല. വലതുഭാഗത്ത് കാണുന്ന ഈ പള്ളിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ പള്ളിയുടെ മുമ്പിലൂടെ രാവിലെ 8 തൊട്ട് 10 വരെ ഞായറാഴ്ചകളിൽ ആരും വാഹനങ്ങൾ കൊണ്ടുവരരുത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അനൂർ എന്ന ഗ്രാമത്തിനോട് താൽക്കാലികമായി വിട പറയുകയാണ്. അനൂരിൽ നിന്നും പുത്തൂർ വരെയുള്ള കുറച്ച് ഓഫ് റോഡ് യാത്രകളും കാര്യങ്ങളൊക്കെയാണ് ഇനി അങ്ങോട്ട്. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരം വാഹനങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ഇതുവഴി വരാൻ സാധിച്ചത്. മഴയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഓഫ് റോഡ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെ നിർബന്ധമായിട്ടും വേണം. അല്ലെങ്കിൽ വഴിക്ക് കിടക്കേണ്ടി വരും. ചില സ്ഥലങ്ങളൊക്കെ അത്രയും ഹാർഡായിട്ടാണ്. വീഡിയോയിൽ അത് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല.
ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ യാത്ര. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.